ഒരേ സിറ്റിയിൽ താമസിച്ചിട്ടും വല്ലപ്പോഴും മാത്രം കാണുന്നത് വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോൾ ഒരിക്കലൊക്കെ കാണുന്ന 2 അപൂർവ ജന്മങ്ങളാണ് കേട്ടോ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ദേ നടന്നു വരുന്ന മുതലും പിന്നെ ഞാനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ 26 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ സ്ഥിരം സ്പോട്ട് എന്ന് പറയുന്നത് എടപ്പള്ളിയിലുള്ള ലുലു മോളിലാണ് കേട്ടോ. കാരണം ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും തിരിച്ച് വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനും പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവൾ എന്തൊക്കെയോ പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുപോലത്തെ ഒന്നും ഉപയോഗിക്കാറില്ല. അവൾ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ വിശേഷമൊക്കെ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ പരദൂഷണം, കുറ്റം പറച്ചിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും കാണുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ലുലുവിൽ ഇങ്ങനെ പാര നടന്നു കേട്ടോ. എന്തായാലും നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു 10 വയസ്സുകാരായിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലുലു ഫാഷൻസിൽ കയറി. ചുമ്മാ ഒന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ പിന്നെ ഒടുക്കത്തെ വിലയായിരുന്നു കേട്ടോ എല്ലാത്തിനും. അപ്പോൾ ഞങ്ങൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് ഇത് സിമ്പിളാണല്ലോ തയ്ക്കാൻ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, എന്തിനും എത്ര കാശ് കൊടുത്ത് വാങ്ങിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ അവളുടെ അമ്മയ്ക്ക് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ സാരിയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പിന്നെ വിശന്നു കേട്ടോ. വിശന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് വന്നപ്പോൾ ഞങ്ങൾ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പോട്ടുണ്ട് ബിരിയാണി ഹട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ഞങ്ങൾ പോയില്ല കേട്ടോ. കാരണം അങ്ങോട്ട് മ്പോഴേക്കും അത്രയും സമയം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബിരിയാണി ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ചോദിച്ച സ്ഥലത്ത് നിള റെസ്റ്റോറൻറ്റിലാണ് ചോദിച്ചത്. അവിടെ ബിരിയാണി തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ സൽക്കാരയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായില്ലായിരുന്നു. അത്യാവശ്യം വെച്ചാൽ വീക്കെൻഡിലൊന്നും അല്ല പോയത്, ഇട ദിവസമായിരുന്നു പോയത്. എന്നിട്ട് ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ബിരിയാണി തീർന്നു പോയേ. പിന്നെ വലിയ ഡിസ്കഷനൊക്കെ ആയിരുന്നു, വേറെ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ബിരിയാണി തന്നെ വന്നു കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ ബിരിയാണീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. ഈ ബിരിയാണി ഫുള്ള് കിസ്മിസായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ഫുള്ള് കിസ്മിസായിരുന്നു. കിസ്മിസ് ബിരിയാണി പോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അച്ചാറാണെങ്കിലും ഭയങ്കര മധുരമായിരുന്നു. ഒട്ടും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ, കഴിച്ചാലേ പറ്റുള്ളൂ. പിന്നെ അവളുടെ പപ്പടം തിന്നില്ല കേട്ടോ. അതെനിക്ക് തന്നു. സാധാരണ നമ്മൾ കോഴിമുട്ട കിട്ടാറുണ്ട് ബിരിയാണിയിൽ. അപ്പോൾ അവളുടെ കോഴിമുട്ടയൊക്കെ എനിക്കാണ് പണ്ട് തരാറ്. ഇപ്രാവശ്യം അതുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, അവിടെ തിരക്ക് ഞാൻ പറഞ്ഞില്ലേ തിരക്കില്ലായിരുന്നു. സീറ്റ്സൊക്കെ വേക്കൻ്റ് ആണെങ്കിലും കുറേ പേര് ഞങ്ങളുടെ ബാക്കിൽ വന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, കാരണം ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കാനോ കഴിക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ അവളുടെ ചിക്കനും കൂടി എനിക്ക് തന്നിട്ടോ. അവൾ കുറച്ചേ കഴിക്കുള്ള വഴി ഭയങ്കര സ്ലോയും ആണ് കേട്ടോ. അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൾ കഴിക്കാൻ ഭയങ്കര സ്ലോ ആണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. കോൺ ഐസ്ക്രീം 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഫ്ലേവറാണ്. എനിക്ക് ഫ്ലേവറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് അവൾ കുറച്ച് ഡോണറ്റ്സും വാങ്ങിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കവറ് വേണം, കവറ് കൊടുക്കണമെങ്കിൽ 25 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുമായിരുന്നേ, ഞങ്ങൾ ഇത്രയും പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് എന്താ കവർ ഫ്രീ ആയിട്ട് തരാത്തതെന്നൊക്കെ. അപ്പോൾ അവരങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കവറൊക്കെ തന്ന്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് സമയം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ ബസ് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് അടുത്ത പ്രാവശ്യം നമുക്കിനി കാണാം, എത്രയും പെട്ടെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരണുണ്ടായിരുന്നില്ല കേട്ടോ. ധൃതി പിടിച്ച് എത്ര വായു പിടിച്ചിട്ടും തീരുന്നുണ്ടായില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് തീർത്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ സമയമാവാറായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.